ഹലോ ഓൾ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഇതാ നമ്മുടെ മീറ്റിംഗ് അടുത്തടുത്ത് വരികയാണ്. ഓരോ ദിവസം എത്ര പെട്ടെന്നല്ലേ പോകുന്നത്. മക്കൾ ഇത്തവണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 25 ലക്ഷം കുട്ടികളാണ് നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത്. മേ ബി കേട്ടപ്പോൾ പേടിയായിട്ടുണ്ടാവില്ലേ, 25 ലക്ഷം കുട്ടികളുടെ കൂടെയാണ് നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത്. അത്രയും കുട്ടികൾ, അത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതാൻ പോകുന്ന ഒരു ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു എക്സാമാണ് നീറ്റ് എക്സാം. മേ ബി 25 ലക്ഷം എന്ന് കേൾക്കുമ്പം ഭയങ്കര പേടിയാവുന്നുണ്ടാവും. കാരണം നമ്മുടെ സ്കൂളിലൊക്കെ, നമ്മുടെ ക്ലാസ്സിലൊക്കെ 50 കുട്ടികൾ, 60 കുട്ടികൾ, ഇവരുടെയൊക്കെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്ത് വന്നവരാണ് ഇത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതാൻ പോകുന്ന ഒരു എക്സാമിൽ മത്സരിക്കാൻ പോകുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നീറ്റ് എഴുതുന്ന സമയത്ത് 18 ലക്ഷം സ്റ്റുഡൻസ് ആയിരുന്നു നീറ്റ് എഴുതിയിരുന്നത്. ജസ്റ്റ് 2 വർഷങ്ങൾക്കുള്ളിൽ 7 ലക്ഷം കുട്ടികളുടെ അടുത്താണ് കൂടിയിരിക്കുന്നത്. മേ ബി ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് 1 കോടി കുട്ടികളൊക്കെ ആയിരിക്കും നീറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ വർഷം കൂടുന്തോറും ഈ ഒരു MBBSൻ്റെ ആ ഒരു പ്രൊഫഷൻ്റെ വില കൂടിക്കൊണ്ട് വരികയാണ്. കുറേ പേര് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷം കൂടുന്തോറും നീറ്റിൻ്റെ കോമ്പറ്റീഷൻ കൂടിക്കൂടി വരിക തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ആരും റിപ്പീറ്റിനെ പറ്റിയോ സൂപ്പർ റിപ്പീറ്റിനെ പറ്റിയോ ഒന്നും ചിന്തിക്കുകയേ വേണ്ട. കാരണം ഇപ്പം ഉള്ളതിനേക്കാൾ കോമ്പറ്റീഷനായിരിക്കും അടുത്ത വർഷം ഉണ്ടാവാൻ പോവുക. അതിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഈ ദിവസങ്ങൾ ഇനഫാണ് ഒരു 100 അല്ലെങ്കിൽ 150 മാർക്സൊക്കെ കൂട്ടാൻ. മേ ബി ഒരു 200 വരെയൊക്കെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ള മാർക്സിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇനി വരുന്ന ഒരു മാസത്തോളം ടൈം വളരെ കറക്റ്റായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ ഈ ഒരു 25 ലക്ഷം എന്ന് പറയുന്ന നമ്പറില്ലേ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അതായത് +2 കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 50% ഓഫ് സ്റ്റുഡൻസും നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെയല്ലേ, നീറ്റിനൊക്കെ രജിസ്റ്റർ ചെയ്തിടും. വെറുതെ രജിസ്റ്ററെങ്കിലും ചെയ്തിടും. 50% ഇല്ലെങ്കിൽ ഒരു മിനിമം ഒരു 10% സ്റ്റുഡൻസെങ്കിലും ഓരോ സ്കൂളിൽ നിന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലേ. ഇപ്പം ഞാനൊക്കെ +2 കഴിഞ്ഞപ്പം ക്രാഷിന് പോയിട്ട് നീറ്റ് എഴുതാൻ കരുതിയിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ക്രാഷ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഞാൻ നന്നായി ഉഴപ്പി. അപ്പോൾ അപ്പോഴേ എൻ്റെ മനസ്സിൽ ക്രാഷ് എഴുതി എനിക്ക് കിട്ടില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ശരിക്കും നീറ്റ് എഴുതാൻ പോകുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് വെറുതെ എഴുതി നോക്കുകയാണ്. ആ ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നു ഞാൻ ആദ്യത്തെ തവണ എഴുതിയിരുന്നത്. അപ്പോൾ ഈ 25 ലക്ഷത്തിൽ ആക്ച്വലി അതിൽ പകുതിയേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെറുതെ എഴുതി നോക്കാം നീറ്റ് എക്സാമിൽ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എഴുതി നോക്കാം എന്നുള്ള രീതിക്ക് രജിസ്റ്റർ ചെയ്ത കുട്ടികളായിരിക്കും. ആൻഡ് നീറ്റിൽ തന്നെ MBBS മാത്രമല്ല, അവിടെ BDS ആഗ്രഹിച്ച് എഴുതുന്ന കുട്ടികളുണ്ട്, വെറ്റിനറി ഡോക്ടറാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, നഴ്സിംഗ് ആഗ്രഹിച്ച് എഴുതുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് കോഴ്സസിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് നീറ്റ് എന്ന് പറയുന്നൊരു പ്രവേശന പരീക്ഷ. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഓരോരുത്തരും കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ 25 ലക്ഷം കുട്ടികളുടെ അടുത്തല്ല. ആക്ച്വലി അതിൽ ഒന്നും പഠിക്കാതെ ഞാൻ ഒന്ന് വെറുതെ എഴുതി നോക്കാമെന്ന് കരുതി രജിസ്റ്റർ ചെയ്ത കുട്ടികളുണ്ടാവും. ആ രജിസ്റ്റർ ചെയ്തതിൽ തന്നെ നമ്മളിപ്പോൾ നീറ്റ് എക്സാമിന് ഹോളിൽ പോകുന്ന സമയത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 15 കുട്ടികളുള്ള ഹോളിലാണെങ്കിൽ അതിൽ 2-3 കുട്ടികൾ ആബ്സെൻ്റ് ആയിരിക്കും, ഉണ്ടാവില്ല. ചില ഹോളിലൊന്നും ആരും ഉണ്ടാവില്ല, വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്ത കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും MBBS കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുന്നവരല്ല. അതിൽ കുറേ പേര് നഴ്സിങ്ങിന് വേണ്ടിയിട്ട് എയിം ചെയ്ത് പഠിക്കുന്നവരുണ്ട്, ഏതെങ്കിലും ഒരു പാരാമെഡിക്കൽ കോഴ്സിന് വേണ്ടിയിട്ട് നീറ്റിന് രജിസ്റ്റർ ചെയ്തവരുണ്ട്. അപ്പോൾ ഈ 25 ലക്ഷം എന്ന് പറയുന്ന നമ്പർ ഓർത്തിട്ട് ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ആക്ച്വലി നിങ്ങൾ അവരവരോട് തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പുറത്തുള്ള കുട്ടിയുടെ അടുത്തോ അല്ലെങ്കിൽ വേറെ ആളുടെ അടുത്തോ അല്ല മത്സരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ ഡേ ബൈ ഡേ ഇന്നലത്തെ നിങ്ങൾ എന്തായിരുന്നോ അതിനേക്കാൾ കൂടുതലുള്ളൊരു മാർക്സും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ളൊരു സ്റ്റഡി ആറും ഇഫക്റ്റീവ്നെസ്സും ഒക്കെ എനിക്ക് പിറ്റേ ദിവസം കൂട്ടണം. ആ ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾ കോമ്പറ്റീഷൻ വെക്കുക, കോമ്പറ്റീറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഫൈനൽ നീറ്റ് ആകുമ്പോഴേക്ക് നല്ല രീതിക്കൊരു മാർക്സിൽ എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ പറ്റട്ടെ. സോ ഓൾ ദി ബെസ്റ്റ്.